ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നോർമൽ എംബ്രോയിഡറി ത്രെഡ് ഉപയോഗിച്ച് തന്നെ ചെയ്യാവുന്ന അടിപൊളി സ്റ്റിച്ചാണ്. അതിൻ്റെ പേരാണ് പിസ്റ്റൽ സ്റ്റിച്ച്. അതിന് നമുക്ക് ഈ എംബ്രോയിഡറി ത്രെഡിൽ 6 ഇഴയാണ് കോർത്തെടുക്കേണ്ടത്. ഞാനിവിടെ ഓൾറെഡി കോർത്തെടുത്തിട്ടുണ്ട്. 6 ഇഴ കോർത്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് തുടർന്ന് വീഡിയോയിലേക്ക് പോകാം. ആദ്യം സൂചി താഴ്ത്തുന്ന കുത്തി മുകൾ ഭാഗത്തേക്ക് എടുക്കുക. ശേഷം ഇടത്തെ കൈ കൊണ്ട് ചൂണ്ടുവിരലുകൊണ്ട് ഇങ്ങനെ പിടിച്ച് അതിനെ സൂചിയിലേക്ക് ചുറ്റിയെടുക്കുക. 1, 2 വട്ടം ചുറ്റി കുറച്ച് ദൂരത്തായിട്ട് കുത്തുക. ഇങ്ങനെ കുത്തുക. അതിനുശേഷം മെല്ലെ താഴ്ത്തിയെടുക്കുക. ഇതാണ് പിസ്റ്റൽ സ്റ്റിച്ച്. ഇങ്ങനെയാണ് പിസ്റ്റൽ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ആദ്യം ഇങ്ങനെ കുത്തിയെടുക്കുക. ശേഷം ഇടത്തെ വിരലുകൊണ്ട് ഇങ്ങനെ പിടിച്ച് സൂചി ഉള്ള വലത്തെ കൈ ഇങ്ങനെ സൂചിയിലേക്ക് ചുറ്റുക. 2 വട്ടം ചുറ്റിയെടുക്കുക. അതിനുശേഷം കുറച്ച് അകലെയായി കുത്തി താഴ്ത്തുക. ഈ ഇടത്തെ കൈ വിടരുത്, ലൂസ് ആക്കരുത്, ടൈറ്റായിട്ട് പിടിക്കണം. അതിനുശേഷം മെല്ലെ ഇതിങ്ങനെ താഴ്ത്തിയെടുക്കുക. ഇങ്ങനെയാണ് പിസ്റ്റൽ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇറുക്കി പിടിക്കണം. മെല്ലെ വിട്ടുകൊടുക്കാം. ഇപ്പൊ എല്ലാവർക്കും പിസ്റ്റൽ സ്റ്റിച്ച് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവർക്കും പിസ്റ്റൽ സ്റ്റിച്ച് മനസ്സിലായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇത് വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഡിസൈൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ ഉടുപ്പിലും ചുരിദാറിലും ഫ്ലവേഴ്സിന്റെ രൂപത്തിൽ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ചെയ്ത ഒരു ചെറിയൊരു പിക്ചർ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുമ്പോൾ ഫ്ലവേഴ്സ് ആയിട്ടും ലീഫിലും പിസ്റ്റൽ സ്റ്റിച്ച് കൊടുത്ത്
അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് ഉണ്ടാക്കാൻ മറക്കരുത്. മക്കളുടെ ഉടുപ്പിലും ചുരിദാറിലും ഒക്കെ പരീക്ഷിക്കണം. അപ്പോൾ തുടർന്ന് എൻ്റെ വീഡിയോ കാണാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.